ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിതാ ഇതുപോലത്തെ ക്ലിപ്പ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ തലയിൽ വെച്ച് കൊടുക്കാനായിട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ക്ലിപ്പാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇതാ നമ്മളുടെ 2 സ്ലൈഡ് ഉണ്ട്, പിന്നെ ആ ഒരു റിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ക്ലോത്ത് എടുക്കാം. നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്ന ക്ലോത്താണിത്. അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചു. സ്ക്രൂ ഇല്ലാത്ത ഭാഗം അടിയിൽ വെച്ചിട്ടാണ് ക്ലോത്ത് മീതെ വെച്ചിട്ട് ഈ ഒരു സ്ക്രൂ ഉള്ള ഭാഗം മുകളിൽ വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് നല്ല ടൈറ്റായിട്ട് നമ്മുടെ ക്ലോത്ത് കിട്ടും കേട്ടോ. പിന്നെ സ്ലൈഡിൻ്റെ പുറം ഭാഗമാണ് ഈ അടയാളപ്പെടുത്തി വയ്ക്കുന്നത്. അത് അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഇഷ്ടത്തിലുള്ളൊരു ഡിസൈൻ വരച്ചെടുക്കാം. നമ്മൾ ഒരു 3 വട്ടം വരച്ചിട്ട് അതിൻ്റെ മീതെ 2-3 ഇലകളും കൂടിയാണ് വരച്ച് കൊടുക്കുന്നത്. അതിൽ ഓരോരോ കുത്തുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫ്ലവറാക്കി എടുക്കാം. നമുക്ക് റൗണ്ട് വരച്ചിരിക്കുന്നത് ഫ്ലവറാക്കി എടുക്കാം. പിന്നെ സ്ലൈഡിൻ്റെ ആ ഷേപ്പിൽ തന്നെ കുറച്ചകത്തി ഒരു റൗണ്ട് കൂടി നമ്മൾ വരച്ച് കൊടുക്കണം കേട്ടോ. അതൊക്കെ വീഡിയോൻ്റെ അവസാനം മനസ്സിലാവും എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ലീഫ് ചെയ്യാനായിട്ടാണ് പോകുന്നത് ആദ്യം. അപ്പോൾ നല്ലൊരു ഗ്രീൻ കളറായിട്ടുള്ളൊരു ത്രെഡ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതാണ്. അധികം ചിലവൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ഭംഗിക്ക് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നല്ല അടിപൊളി ഒരു ക്ലിപ്പ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ത്രെഡിൻ്റെ ഒരറ്റത്തൊരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ കെട്ടിട്ട് കൊടുത്തത് നമ്മുടെ വിരലിൽ 2 ചുറ്റി ഒന്ന് വലിച്ചാൽ കെട്ടായിട്ടോ. അപ്പോൾ ചെറിയ ഒരു ലീഫായതുകൊണ്ട് തന്നെ അധികം ആർഭാടമൊന്നും വേണ്ട. നമുക്കൊരു 3 സാധാ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരു നീട്ടത്തിൽ ഒരെണ്ണത്തിന് നീട്ടം കൂടുതലാണെങ്കിൽ സൈഡിലെ 2എണ്ണത്തിന് നീട്ടം കുറച്ച് എടുക്കാം. ആ ഒരു രീതിയിൽ എടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ആ ഒരു ലീഫിന്. മറ്റുള്ള ഒരു ഷേപ്പിലൊന്നും നമുക്ക് എടുക്കണ്ട, ഇതേ ഷേപ്പിൽ തന്നെ എടുത്താൽ മതി. കാരണം വളരെ ചെറിയ ഒരു വർക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നതല്ലോ, സ്ലൈഡിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഈ ഒരു ഇതാകുമ്പോൾ കറക്റ്റ് ആ ഒരു ലീഫിൻ്റെ കളറ് ആ ഒരു ഷേപ്പുമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഇതിൽ ലീഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത്ര സ്പീഡിന് കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് നമ്മുടെ സെക്കൻഡ് ക്ലിപ്പിൻ്റെ സെക്കൻഡ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേയും കൂടി ലീഫ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാം. നടുക്കത്തെ ഫ്ലവറിന് ഗോൾഡൻ കളറും മറ്റ് 2 അപ്പുറമുള്ള മറ്റേതിന് വേറെ എന്തെങ്കിലും കളർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. ഇപ്പോൾ ശ്രദ്ധിച്ചോളൂ, താഴ്ത്തുനിന്ന് നമ്മൾ കുത്തിയെടുത്തതിന് ശേഷം ഇങ്ങനെ സൂചിയിൽ ഒരു 4-5 ചുറ്റിയിട്ട് ഉള്ളിലേക്കൊന്ന് കുത്തിയിറക്കുന്നതാണ് ഫ്രഞ്ച് നോട്ടെന്ന് പറഞ്ഞാൽ. നമ്മുടെ കയ്യിലുള്ള ആ ഒരു ലൂപ്പ് പയ്യൊന്ന് ടൈറ്റാക്കി കൊടുത്തിട്ട് വേണം വിടാൻ വേണ്ടിയിട്ട്. അപ്പോഴേ കറക്റ്റായിട്ട് ആ ഫ്രഞ്ച് നോട്ട് ആ കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ. സിൽക്ക് ത്രെഡ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ കുറച്ച് ശ്രദ്ധിച്ച് വേണം സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ഭാഗം കയ്യിലിങ്ങനെ പിടിച്ചിട്ട് പയ്യൊന്ന് വലിച്ചിട്ട് പയ്യൊന്ന് വിട്ട് കൊടുത്താൽ കറക്റ്റ് ആ ഒരു രീതിയിൽ നിന്നോളും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫ്രഞ്ച് നോട്ടിൻ്റെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ മാത്രമാണ്, നടുക്കത്തയിൽ മാത്രമാണ് നമ്മൾ ഗോൾഡൻ കളറിൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അപ്പുറമുള്ളതിൽ ഈ ഒരു കളറ് വേറെ എന്തെങ്കിലും കളർ വ്യത്യാസത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ക്ലോത്തിൽ ഫുൾ ഗോൾഡൻ കളറാണല്ലോ. അപ്പോൾ അപ്പുറം ഒരു കളർ വ്യത്യാസത്തിലാണ് നമ്മൾ ഫ്ലവർ ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്ന ഫ്ലവർ ലേസി ഡേസി എന്ന് പറഞ്ഞൊരു ഫ്ലവറാണ്. അപ്പോൾ അടിയിൽ നിന്നുള്ള നൂല് നമ്മളുടെ സ്റ്റിച്ചിൽ വന്നപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇപ്പോൾ ഇതാണ് ലേസി ഡേസി എന്ന് പറഞ്ഞാൽ 2 തവണ കുത്തിയെടുത്തിട്ട് നമ്മുടെ കയ്യിലേക്കിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിയെടുത്തിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ ലൂപ്പ് അങ്ങനെ പിടിച്ചിട്ടുണ്ടാവണം. പിന്നെ എങ്ങോട്ടാണോ ഇതളിൻ്റെ നമ്മൾ വെച്ചേക്കുന്ന ആ ഒരു അറ്റത്തേക്കും കൂടി കുത്തി ഇറക്കുക. ബാക്കിലോട്ടും കൂടി കുത്തുമ്പോൾ അവിടെ ഒരു ലോക്കായിട്ടുണ്ടാവും. അതാണ് ലേസി ഡേസി എന്ന് പറയുന്ന സ്റ്റിച്ച്. അതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലാവുമ്പോൾ ലേസി ഡേസി ഫ്ലവറും കൂടി ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 4 എണ്ണം വീതം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ സ്പേസ് ഉള്ളതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. ഈ ഫ്ലവറിൻ്റെ നടുക്ക് ചെറിയൊരു മുത്തോ അല്ലെങ്കിൽ ഗോൾഡൻ കളറിൽ എന്തെങ്കിലും ഒരു സ്റ്റോൺ ഒട്ടിച്ച് വയ്ക്കുകയൊക്കെ ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കേട്ടോ. നമ്മളുടെ കയ്യിലുള്ളത് രീതിയിൽ നമുക്ക് എത്ര ഭംഗി വരുത്താൻ പറ്റുമോ അത്രയും ഭംഗി നമുക്ക് വരുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ലേസി ഡേസി. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും കൂടി ഉള്ളതിൽ അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ഫ്ലവറും ലീഫും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രഞ്ച് നോട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഫ്രഞ്ച് നോട്ടും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു സ്ലൈഡിനുള്ള വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലും കൂടി ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം. ആ സ്ലൈഡിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഷേപ്പിൽ നമുക്കൊരു ചെയിൻ സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ ആയിരിക്കും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് കണ്ട് അവസാനം സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് വർക്ക് തീർന്നതിൻ്റെ ലുക്കെന്ന് പറഞ്ഞാൽ ഏകദേശം ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സെക്കൻഡ് ക്ലിപ്പിൻ്റെ വർക്കിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ക്ലിപ്പ് ചെറിയ ഒരു രീതിയിൽ കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് റോസും കൂടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സിൽക്ക് ത്രെഡും കൊണ്ടാണ് നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഒത്തിരി വ്യത്യസ്തമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, കാരണം ആ ഒരു ക്ലോത്തിൻ്റെ അതേ ഒരു രീതിയിൽ തന്നെ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളുടെ ഹാൻഡ് വർക്കിലുള്ള എംബ്രോയ്ഡറി ഏകദേശം ഫിനിഷ് ആവുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും സെക്കൻഡ് ചെയ്തതും കുറച്ചും കൂടി ഒരു നല്ലൊരു യുണീക്ക് ലുക്ക് എന്നൊക്കെ പറയുന്ന പോലെ ആയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലൈഡിൻ്റെ ഫുൾ ഒരു പിക്ക് ഇങ്ങനെയാണ് വരുന്നത്. ചെയ്ത് കഴിയുമ്പോൾ ഉള്ള വർക്ക് നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിലേതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് ആ ഒരു സൈഡിൽ കൂടി നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. റിങ്ങിൽ കൂരി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ സൈഡിൽ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പിൽ നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ തൊട്ടരികിൽ കൂടി കട്ട് ചെയ്യരുത്. ഇത്രയെങ്കിലും ഗ്യാപ്പിട്ട് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് സ്ലൈഡിലേക്ക് നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് വെക്കണമല്ലോ. നമ്മൾ സ്റ്റിച്ച് ചെയ്താണ് ജോയിൻ ചെയ്ത് വെക്കുന്നത്. കൈ തയ്യൽ ആണ് നമ്മൾ സ്ലൈഡിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൂചിയിൽ നൂല് കോർക്കാം. സൂചി എടുക്കുന്ന നൂലും എല്ലാം സെയിം കളറായിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എവിടെയെങ്കിലും ഒരു സ്റ്റിച്ച് വന്നാൽ അത് കണ്ടു കഴിഞ്ഞാലൊരു വൃത്തികേട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സാധാ സ്റ്റിച്ച് നമ്മൾ ഇതിൽ ചെയ്ത് കൊടുക്കാം. തുന്നി വെച്ച് കളയരുത്. ആ നൂല് അവിടെ നീട്ടത്തിലങ്ങ് വരുന്ന രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം. നമ്മളുടെ സാധാ നൂലുണ്ടല്ലോ, നമ്മൾ കൈ കൊണ്ട് ഡ്രസ്സൊക്കെ തുന്നുന്ന ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ സൈഡിൽ നമ്മൾ തുന്നി ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. അതെന്തുകൊണ്ടാണ് വലിക്കാണ്ട് വെക്കുന്നത്? ഇനി നമുക്ക് അതിൻ്റെ നടുക്ക് കൊണ്ട് ആ സ്ലൈഡ് അങ്ങ് വെച്ച് കൊടുത്തിട്ട് ടൈറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിരുന്ന തയ്യലിൻ്റെ അറ്റത്ത് തന്നെ നമ്മൾ നൂല് വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ നൂലങ്ങ് വലിച്ച് അങ്ങ് ടൈറ്റാക്കി വെക്കാം. ഇതാണ് നമ്മുടെ സ്ലൈഡ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പശ ഉണ്ടെങ്കിൽ പശ വെച്ച് ഒട്ടിക്കാം. പക്ഷേ പശേനേക്കാളും കുറച്ചും കൂടി നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ അടിഭാഗം നമ്മളിങ്ങനെ ഇപ്പുറത്തറ്റത്തും അപ്പുറത്തറ്റത്തും കൂടി ചേർത്ത് നല്ല രീതിയിൽ ടൈറ്റായിട്ട് നമ്മൾ തുന്നി വെക്കണം. കാരണം കുഞ്ഞു മക്കളുടെ തലയിൽ വെച്ച് കൊടുക്കാനുള്ളതാണ്. അവർ എങ്ങനെയൊക്കെയാണ് ഈ സ്ലൈഡിനെ അവർ ഉപയോഗിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് ഇതേ ഷേപ്പിൽ തന്നെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിഭാഗം നല്ല രീതിയിൽ തുന്നി ടൈറ്റാക്കി വെക്കണം. അല്ലെങ്കിൽ അവർ തിരിച്ച് വീട്ടിലെത്തിക്കുമ്പോൾ അത് 4 കഷ്ണമാക്കിയിട്ടുണ്ടാവും കേട്ടോ. ചിലവർ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്, കടയിൽ പോയാൽ 5 രൂപ കൊടുത്താൽ ഒരു സ്ലൈഡ് കിട്ടുമല്ലോ എന്ന്. പക്ഷേ ഇത് കിട്ടില്ല. കാരണം നമ്മൾ ചെയ്ത അത് കണ്ടോ, ഇത്രയും ഭംഗിക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവം കടയിൽ പോയാൽ നമുക്ക് കിട്ടും. നമ്മുടെ മക്കളുടെയൊക്കെ തലയിൽ നമ്മളിങ്ങനെ ഒരു സ്ലൈഡൊക്കെ വെച്ച് കൊടുത്തിട്ട് അവരിങ്ങനെ നടക്കുമ്പോൾ നമ്മളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ ഇരിക്കുന്ന ഒരിത്തിരി നേരം വെറുതെ കിട്ടിയാൽ ഇതൊന്ന് ചെയ്ത് നോക്കാം. കുഞ്ഞുമക്കളുള്ള അമ്മമാർക്കൊക്കെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്താലും മതി. ഇതേ ഡിസൈൻ ആവണം എന്നില്ല. ഇങ്ങനെ ആ സ്ലൈഡിലേക്ക് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു രീതി ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ച് ഇഷ്ടമുള്ള കളറിലെ ത്രെഡ് എടുത്ത് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം.
അതൊക്കെയാണ് നമ്മളുടെ മക്കൾക്കൊരു സന്തോഷമായിരിക്കും ഈ രീതിയിലൊക്കെ ചെയ്ത് മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് തലയിലൊക്കെ ഒരെണ്ണം ഇങ്ങനെ വെച്ചുകൊണ്ടും പോകുമ്പോൾ അത് ഒരു രസമാണ് അല്ലേ. അപ്പോൾ സെക്കൻഡ് ക്ലിപ്പ് നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത്തിരി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ സൈഡിൽ, കാരണം ഒത്തിരി ആയിട്ട് സ്ലൈഡിൻ്റെ സൈഡിൽ വരുന്ന ആ ഒരു ക്ലോത്ത് ഒത്തിരി വന്നാൽ അവിടെ മുടിയും കൂടി വയ്ക്കുമ്പോൾ അവർക്ക് ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി സ്ലൈഡിൻ്റെ ഇടയിൽ ഈ തുണി വരരുത്, തുണിയുടെ ഭാഗം വേസ്റ്റ് ഭാഗമാണല്ലോ അത് തുന്നി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ടൈറ്റാക്കി വെക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും തുന്നി ടൈറ്റാക്കി വെച്ചിട്ട് ഇത് ഈ ഒരു അറ്റത്ത് കൊണ്ടുവന്ന് നമ്മൾ സൂചി നൂലും വെച്ച് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്നിത്തിരി പശയും കൂടി ഒട്ടിച്ച് ഒന്ന് സൈഡിൽ ഒക്കെ ഒരു നല്ലൊരു രീതിയിലാക്കി എടുക്കാം. പക്ഷേ എനിക്കിത് തുന്നി കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളുടെ വർക്കൊക്കെ കഴിഞ്ഞ് രണ്ട് സ്ലൈഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി നമുക്ക് കുഞ്ഞിൻ്റെ തലയിലും കൂടി ഒന്ന് വെച്ച് കണ്ടാലോ. അപ്പോൾ ഇതാ നമ്മൾ ക്ലിപ്പൊക്കെ ഉണ്ടാക്കിയത് അമ്മൂസിൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അമ്മൂസിന് ഭയങ്കര സന്തോഷമായിട്ടോ. അമ്മ ഉണ്ടാക്കിയത് തന്നെയാണോ എന്നാണ് അമ്മൂസ് ചോദിച്ചത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ ഒരു ക്ലിപ്പ് ഒന്നുകൂടി ഉണ്ടാക്കിയും കൂടി നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.